ഒരു സാധാരണ ബിരിയാണിയല്ല, പക്ഷേ എന്താണ് അസാധാരണമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, പക്ഷേ നമുക്ക് വളരെ സ്പെഷ്യലാണ്. ഇത് അമ്പൂർ ബിരിയാണി എന്ന് പറഞ്ഞ് നമുക്ക് പലർക്കും അറിയാം. അമ്പൂർ ബിരിയാണി വളരെ ഫേമസ് ആണ്. തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും കിട്ടും അമ്പൂർ ബിരിയാണിയുടെ ഔട്ട്ലെറ്റ്സ്. അപ്പോൾ പല യാത്രകളുടെ ഭാഗമായിട്ട് നമ്മൾ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യക്ക് യാത്ര ചെയ്തപ്പോൾ അമ്പൂർ ബിരിയാണിയുടെ അവിടെ പോവുകയും അത് കിട്ടുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് അത് സ്വാദ് നോക്കി അതിൻ്റെ മേക്കിംഗ് എല്ലാം കണ്ടു. അന്ന് തൊട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് മാജിക് അവനിലൂടെ അമ്പൂർ ബിരിയാണി നിങ്ങളിലേക്ക് എത്തിക്കണം. എക്സാക്റ്റ് അല്ലെങ്കിലും ഒരു എൻ്റേതായ ചെറിയ മാറ്റത്തോടു കൂടി അമ്പൂർ ബിരിയാണിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസിയാണ്. ഇത് മട്ടണിലും ചെയ്യാം, ചിക്കനിലും ചെയ്യാം. ഇതിപ്പോൾ ചിക്കനിലുള്ള അമ്പൂർ ബിരിയാണി സ്റ്റൈലിൽ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അമ്പൂർ ചിക്കൻ ബിരിയാണി ചേരുവകൾ: ജീരക സംബ റൈസ് 1 കിലോ, അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുക്കുക. ചിക്കൻ 1.5 കിലോ 16 കഷ്ണങ്ങളായി മുറിച്ചത്. കപ്പലണ്ടി എണ്ണ അഥവാ ഗ്രൗണ്ട്നട്ട് ഓയിൽ 1.25 കപ്പ്. സവാള 6 ഇടത്തരം ഹാഫ് സ്ലൈസസായി മുറിച്ചത്. ടൊമാറ്റോ 6 ഇടത്തരം സ്ലൈസസ് ആയിട്ട് മുറിച്ചത്. വെളുത്തുള്ളി അരച്ചത് 3 ടേബിൾ സ്പൂൺ. ഇഞ്ചി അരച്ചത് 2 ടേബിൾ സ്പൂൺ. വറ്റൽമുളക് അരച്ചത് 1 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം. പട്ട 2 കഷ്ണം. ഗ്രാമ്പു 5, 6, 7. ഏലക്ക 6, 7 കഷ്ണം. തൈര് 1/2 കപ്പ്. ഉപ്പ് ആവശ്യത്തിന്. മല്ലിയില അരിഞ്ഞത് 1 കപ്പ്. പുതിനയില അരിഞ്ഞത് 1/2 കപ്പ്. തിളച്ച വെള്ളം 2 കപ്പ്. അപ്പോൾ നമ്മളുടെ അമ്പൂർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. അടുപ്പ് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ദമ്മിടാനും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ചിക്കൻ്റെ മസാലയും ചിക്കനും എല്ലാം മിക്സ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലും ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ അരി ഒരു 3/4 വേഗിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാദ്യം ചെയ്യാൻ പോണത് എണ്ണയിലാണ് കുറേ കാര്യങ്ങൾ വഴറ്റാൻ പോകുന്നത്. എണ്ണ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് നട്ട് ഓയിൽ, നമ്മുടെ കപ്പലണ്ടി എണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഏകദേശം ഒരു 300 ml, 1 കപ്പും ഇച്ചിരൂടെ, അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ കപ്പലണ്ടി എണ്ണ ഒരു 300 ml അതാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പും ഇച്ചിരൂടെ. ഇനി ഇതിൽ ചെറിയ ടെക്നിക്ക് വഴിയാണ് ചെയ്യേണ്ടത്. അതായത് ആദ്യം ഇതിലേക്ക് ഒരല്പം, ഇതിപ്പോൾ 1/2 കപ്പ് തൈര് അധികം പുളിയില്ലാത്ത എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒരല്പം, ഒരു ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം. അതാണ് ആദ്യം ഇടുന്നത്. ആ 1 ടേബിൾ സ്പൂൺ തൈര്. എന്നിട്ട് അതിലേക്ക് പട്ട, ഒരു വലിയ കഷ്ണം പട്ട ഇങ്ങനെ മുറിച്ചിടാം. ഒരു 3-4 ഏലക്ക, ഒരു 6-7 ഏലക്ക വരെ ആകാം. കുറച്ച് ഗ്രാമ്പു, 6-7 അല്ലെങ്കിൽ 8 ഗ്രാമ്പു. പിന്നെ നമ്മൾ ഹാഫ് സ്ലൈസസ് ആയിട്ട് വെച്ചിരിക്കുന്ന സവാള, ഇതൊരു 6 ഇടത്തരം സവാളയായിരുന്നു. അതിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുള്ളിടുന്നില്ല, ഒരല്പം, ബാക്കി രണ്ടാമത് ഇടാം. ഇത് ഇത്രയും കൂടിയാണ് ആദ്യം നമ്മളൊന്ന് വഴറ്റി തുടങ്ങുന്നത്. അപ്പോൾ എണ്ണ ഇങ്ങനെ നല്ലതായിട്ട് പതഞ്ഞിങ്ങനെ വരും. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി അരച്ചത് ഒരു 3 ടേബിൾ സ്പൂൺ വരെ ആകാം. ഇപ്പോൾ ഗാർലിക് പേസ്റ്റ്, ഇതിപ്പോൾ ഞാൻ നല്ല കട്ടിക്കാണ് ഈ ഒരു ഗാർലിക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ 1 കിലോ റൈസ്, ജീരക സംബ റൈസാണ് ഉപയോഗിക്കുന്നത്. ജീരക സംബ എന്ന് പറയുമ്പോൾ നമ്മളുടെ തമിഴ്നാട്ടിൽ കൂടുതലും ജീരക സംബ റൈസ് ചെറിയ അരിയാണ്, നമ്മുടെ കൈമ പോലെയുള്ള റൈസ്. അപ്പോൾ അത് കുറച്ച് നേരം, ഒരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിരാനായിട്ട് വയ്ക്കണം. അപ്പോൾ ഞാൻ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതോടൊപ്പം അടുത്ത് ചേർക്കേണ്ടത് ഇഞ്ചി അരച്ചത്. പിന്നെ ഇത് ചതച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇഞ്ചി ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതി. ഇത് വെളുത്തുള്ളി 3 ടേബിൾ സ്പൂൺ. ഇനി ഇഞ്ചിയും കൂടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചത്. ഒരു 1.5 കിലോയുടെ കോഴി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു 16 പീസായിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. അതിൻ്റെ സൈസൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. കുറച്ചുകൂടി കുഞ്ഞു പീസാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ സൈഡിൽ ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഊറ്റിയാണ് എടുക്കുന്നത്, വറ്റിച്ചെടുക്കുകയല്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3/4 വേഗമായിട്ടാണ് അരി വേവിച്ച് ഇതിനകത്ത് ദമ്മിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ചിക്കൻ്റെ ഗ്രേവിയിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാ കാര്യങ്ങളുമൊക്കെ
മൂത്ത് തുടങ്ങി. ഇനി ഇതിലേക്ക് ബാക്കി സവാള. അപ്പോൾ നല്ല മണമൊക്കെ വന്നു തുടങ്ങി. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നോക്കിയാൽ കളറൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങി. അതിന് ശേഷമാണ് ഈ സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ സവാള ഒന്ന് ബ്രൗൺ ഒന്നും ആകണ്ട, വയണ്ടിങ്ങനെ വരുന്ന ഒരു സമയത്ത് വാടി കുഴഞ്ഞ് വരുമ്പോൾ ടൊമാറ്റോയും കൂടി ചേർക്കാം. അപ്പോൾ ഈ ഒരു തമിഴ്നാട് സ്റ്റൈലിൽ നമ്മൾ ചെയ്യുന്ന പല ബിരിയാണീസിനും, അമ്പൂർ സ്റ്റൈലാണെങ്കിലും അങ്ങനത്തെ ബിരിയാണികളിലൊന്നും തന്നെ അധികം ഇതിൽ എന്തായാലും അമ്പൂർ സ്റ്റൈലിൽ മഞ്ഞൾപ്പൊടി അങ്ങനെ അവർ ചേർക്കുന്നില്ല. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കില്ല. അപ്പോൾ ഇതേ നോക്കി സവാളയൊക്കെ ഇങ്ങനെ വാടി കുഴഞ്ഞ പോലെ ആയി വരുന്നു. ഈ ടൈമിൽ ഇതൊരു 6 ഇടത്തരം ടൊമാറ്റോ, ഏകദേശ കണക്കാണ്. ഇപ്പോൾ ഒരു 1/2 കിലോ സവാള എന്ന് വെച്ചോളൂ, അങ്ങനെയാണെങ്കിൽ 1/2 കിലോ ടൊമാറ്റോ. ഞാനിപ്പോൾ എണ്ണത്തിൻ്റെ ഒരു അളവ് പറയുകയാണ്. ഇതൊരു 6 ഇടത്തരം ടൊമാറ്റോ, ഒരു 6 ഇടത്തരം സവാളയുണ്ടായിരുന്നു. ഈ ടൊമാറ്റോയും കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. വാടി കുഴഞ്ഞ പോലെ ആയി വരും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇനി ഇതിനകത്ത് ചേർക്കുന്നത് ഇതൊന്ന് പാകമാകുമ്പോൾ മുളക് അരച്ചതാണ്. വറ്റൽ മുളക് പൊടിയല്ല നമ്മൾ ചേർക്കുന്നത്, അരച്ച മുളകാണ്. ചില്ലി പേസ്റ്റ്. ഇത് എളുപ്പപ്പണി എന്ന് പറയുന്നത് കുറച്ച് വറ്റൽ മുളക് ഒരു നല്ല സൈസുള്ളതാണെങ്കിൽ ഒരു 10 എണ്ണം മതിയാകും. ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആകും. എന്നിട്ട് അതെടുത്തിട്ട് അരച്ചാൽ മതി. മിക്സി ഉപയോഗിച്ച് തന്നെ അരയ്ക്കാൻ പറ്റുവാണെങ്കിൽ. അപ്പോൾ ടൊമാറ്റോ ഒക്കെ ഒന്ന് വാടി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കുറേ മല്ലിയില നിറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, അതിൽ നിന്നും കുറച്ച് ചേർക്കാം. ഒരു പകുതി എന്ന് പറയാം ആണെങ്കിൽ. പിന്നെ പുതിന നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ പക്ഷേ ഇച്ചിരി പുതിനയിലയും കൂടി ചേർക്കുന്നു, ഒരല്പം പുതിനയില, ഒരു ചെറിയൊരു പിടി, കൈ കൊണ്ട് എടുക്കുമ്പോൾ ഒരു പിടി. മല്ലിയില ഒരു കൈ നിറച്ചിട്ടു. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ സൈഡിൽ വെള്ളം തിളയ്ക്കാറായി വരുന്നു. അപ്പോൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, സിമ്പിളാണ്. ഗ്രൗണ്ട് നട്ട് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 300 ml, ഏകദേശം ഒരു കപ്പും കുറച്ചുകൂടി കപ്പിലണ്ടി എണ്ണ ഒഴിച്ചു, ചൂടാക്കി ഹോൾ സ്പൈസസ് ഇട്ടു. പട്ട, ഗ്രാമ്പു, ഏലക്ക, അത്രയേ ഉള്ളൂ ഇട്ടുള്ളൂ. ഒരു 6-7 വെച്ചിട്ട് ഗ്രാമ്പും ഏലക്കയും, പട്ട ഒരു വലിയ കഷ്ണം മുറിച്ചിട്ടു. പിന്നെ അത് കഴിഞ്ഞ് തൈര് ചേർത്തിട്ടാണ് ഈ കാര്യങ്ങൾ ചേർത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരല്പം ഈ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്നും കുറച്ച് ഒരു പിടി സവാളയും കൂടി ഇട്ട് വഴറ്റി. അപ്പോൾ ആദ്യത്തെ ഒരു ബഹളം എല്ലാം കഴിയുമ്പോൾ അത് എണ്ണയുടെ ഒരു എന്താ പറയുക, എണ്ണ ഒന്ന് പ്രിപ്പയർഡ് ആകാൻ വേണ്ടിയിട്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചത്, ഈ രണ്ടും ചേർത്തു. അതിൻ്റെ പച്ചച്ചുവ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങുന്ന ആ സമയത്ത് ബാക്കി സവാള ചേർത്തു. ഹാഫ് സ്ലൈസസ് ആയിട്ടാണ് ഞാൻ മുറിച്ചിരുന്നത്. അതും കൂടി ചേർന്ന് ഒന്ന് വാടി വഴണ്ട് വന്നപ്പോൾ ടൊമാറ്റോ 6 എണ്ണം ഇടത്തരം അതും ചേർത്തു. അതും വാടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു കുറച്ച് വാടി തുടങ്ങിയപ്പോൾ തന്നെ മല്ലിയില, കുറച്ചൊരു പിടി മല്ലിയിലയും ഒരു അരപ്പിടി പുതിനയും ചേർത്ത് കഴിഞ്ഞത്. ഇതെല്ലാം കൂടി നോക്കിയേ കുഴമ്പ് പാകമായി വരും. ഇനി മുളകിൻ്റെ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. മഞ്ഞൾപ്പൊടി ഇതിൽ ചേർക്കുന്നില്ല. മുളക് പൊടിക്ക് പകരം ചില്ലി പേസ്റ്റാണ് ചേർക്കുന്നത്. ഇതേ ഇപ്പോൾ ആ പച്ചച്ചുവയെല്ലാം മാറി ആ മുളക് അരച്ച് ചേർത്തതിൻ്റെയും ആ ഒരു റോ ടേസ്റ്റ് എല്ലാം പോയി കഴിഞ്ഞു. ഇനി ബാക്കി തൈരും കൂടി ചേർക്കാം. അതായത് 1/2 കപ്പ് തൈരാണ് എടുത്ത് വെച്ചിരുന്നത്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂണാണ് നമ്മൾ ആദ്യം ചേർത്തത്. ബാക്കിയിരിക്കുന്ന തൈര്, അങ്ങനെ തൈരും ഇതിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ പീസസ്, ഒരു 16 പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ലെഗ് പീസൊക്കെ അങ്ങനെ തന്നെ ഇടുന്നു. അങ്ങനെ ചിക്കൻ്റെ പീസസ് ഈ മസാലയുടെ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ ചിക്കൻ ഒരു 1/4 ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 3/4 ഭാഗം ആകുന്നവരെ 3/4 വേഗ് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വെള്ളം തിളച്ചു. ഇനി അരി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി 1/2 മണിക്കൂറാണ് വെള്ളത്തിൽ കുതിർത്ത്. ഇത് 1 കിലോ ആണ്. ജീരക സാമ്പാർ റൈസ്, ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഒരു അര വേഗാകുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ചിക്കൻ എന്തായി നോക്കാം. കുറച്ച് ഗ്രേവിയിലൊക്കെ ഇങ്ങനെ കിടന്ന് തിളച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്തരം ബിരിയാണിയൊക്കെ കുറച്ച് കുഴഞ്ഞ രൂപത്തിലാണ് വരുന്നത്, രണ്ടും കൂടി ചേർന്ന് വരുമ്പോൾ. അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ അല്ലാത്ത ബിരിയാണി പോലെയല്ല, വ്യത്യാസം. അപ്പോൾ അരി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. അതിൽ ബിരിയാണി ചോറിന് ആവശ്യമായ ഉപ്പ് കുറച്ച് മതി, കാര്യം നമ്മൾ ഈ ഗ്രേവിയുടെ കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ചിക്കൻ്റെ ഗ്രേവിയിൽ നല്ല ഉപ്പുണ്ട്, അപ്പോൾ അതും കൂടി മനസ്സിൽ കാണുക. ഒരുപാട് ഇടണ്ട, കുറച്ച്. ഇപ്പോൾ ചിക്കൻ ഏകദേശം ഒരു പകുതി മുക്കാലിനടുപ്പിച്ച് പകുതി കൂടുതൽ വെന്തിട്ടുണ്ട്. റൈസ് ഏതാണ്ട് ഒരു മുക്കാൽ വേഗമായി കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് ഊറ്റി ഇതിനകത്തേക്ക് മാറ്റും. ഇനി ഇത് രണ്ടും കൂടി കിടന്നിട്ടാണ് വേകേണ്ടത്. രണ്ടും കൂടി ചേർന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ദമ്മിടും. ബാക്കി റൈസ് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഇങ്ങനെ ഊറ്റിയെടുക്കുന്ന ഇതിലേക്ക് മാറ്റി. ഈ റൈസും ചിക്കനും അതിൻ്റെ ഗ്രേവിയും എല്ലാം കൂടി കിടന്നിട്ടാണ് ലാസ്റ്റ് വേകുന്നത്. അപ്പോൾ ഞാൻ തീ വളരെ കുറച്ചിട്ടിരിക്കുവാണ്. അപ്പോൾ റൈസ് വിത്ത് ചിക്കൻ ആൻഡ് ദ മസാല ആൻഡ് ദ ഗ്രേവി ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കുറച്ചുകൂടി ബാക്കി വെച്ചിരിക്കുന്ന മല്ലിയില, കുറച്ചുകൂടി പുതിന ഇല ചേർക്കാം. ഒരല്പം ഉപ്പും കൂടി വേണ്ടി വരുന്നുണ്ട്. ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഞാൻ നന്നായിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പാത്രം നന്നായിട്ട് അടച്ചിട്ട് ഒരു ഈർപ്പമുണ്ട്, ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. നന്നായിട്ട് ഇത് വേകാനുള്ള ബാക്കി വേഗമല്ല ഒന്നിച്ച് കിടന്ന് വേഗം. പാത്രം അടയ്ക്കുന്നു, എന്നിട്ട് ദമ്മിടുന്നു. ദമ്മിടാനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടുന്നു, എന്നിട്ടൊരു ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് മാറ്റിക്കാം. ഇത് പാത്രത്തോടു കൂടി ദോശക്കല്ലിൻ്റെ മുകളിലായിട്ട് ബിരിയാണി പാത്രം എടുത്ത് വയ്ക്കുന്നു. എന്നിട്ട് താഴെ നിന്ന് നല്ല ചൂട് കൊടുക്കാം. അപ്പോൾ ഇനി ആ ദോശക്കല്ല് നല്ലതായിട്ട് ചൂടായിട്ട് ആ ചൂട് മുകളിലേക്ക് കയറും. അപ്പോൾ ഓൾറെഡി ഇത് നല്ലൊരു ഫ്ലെയിമിൽ ഞാൻ വെച്ചു. അപ്പോൾ താഴെ നല്ല ചൂട് ഇങ്ങനെ വരുന്നുണ്ട്. പ്ലസ് ഇനി താഴെ നിന്ന് വന്നുകൊണ്ടിരിക്കും. ആ ഒരു ചൂട് കൊണ്ട് ഇത് നന്നായിട്ട് വെന്ത വറ്റി കിട്ടും. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ കറക്റ്റായി കഴിഞ്ഞു, ദമ്മായി കഴിഞ്ഞു. ടോട്ടൽ ഒരു 20 മിനിറ്റ്സാണ് ഇങ്ങനെ വെച്ചിരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ നല്ല ഫ്ലെയിം കൊടുത്തു. അപ്പോൾ നല്ല ദോശക്കല്ല് നല്ല ചൂടായി. അത് കഴിഞ്ഞിട്ട് തീ കുറച്ചു സിമ്മിലാക്കി. പിന്നെ എന്താ പറയുക, സിമ്മിൽ ഒരു 20 മിനിറ്റായിട്ട് കിടക്കുകയാണ്. എല്ലാ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. നല്ല മണം. ഇത് അത്ര സ്പൈസി അല്ലാത്തൊരു വേർഷനാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ 1 ടേബിൾ സ്പൂൺ നിറച്ചാണ് ചില്ലി പേസ്റ്റ് ചേർത്തിരിക്കുന്നത്. പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ മുളകിൻ്റെ പേസ്റ്റ് ചേർക്കാം. ഇളക്കി കാണിച്ചു തരാം. ദാ നോക്കിക്കോളൂ. ചിക്കൻ്റെ കഷ്ണങ്ങളും വെന്തിട്ടുണ്ട്, റൈസ് വെന്തിട്ടുണ്ട്, എല്ലാം പെർഫെക്റ്റ്ലി ഇതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഭയങ്കരമായിട്ട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മുട്ടയെല്ലാം ചേർത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. പുഴുങ്ങിയ മുട്ട, പിന്നെന്താ റൈത്ത, അങ്ങനത്തെ കോമ്പിനേഷൻ. അച്ചാർ പാത്രത്തിലേക്ക് മാറ്റുന്നു. നല്ല ചൂടോടുകൂടിയാണ് ഞാനിങ്ങനെ സെർവ് ചെയ്യുന്നത്. നോക്കിയേ, പാത്രത്തിലേക്ക് ലെഗ് പീസ് അതേപോലെ തന്നെ നല്ല കറക്റ്റായിട്ട് നമുക്ക്. അപ്പോൾ ഒരാൾക്ക് 2 കഷ്ണം വെച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ 16 പീസാണ്. 8 പേർക്ക് 8 to 10 ആണ് ഈ ഒരു 1 കിലോ റൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇനി കുറച്ചൊക്കെ വളരെ ഒരുപാടൊന്നും കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ എന്താ പറയുക, ഒരു 15 പേർക്ക് വരെ കൊടുക്കാൻ പറ്റും. അതായത് കുട്ടികളും മുതിർന്നവരും കൂടി ചേർന്ന് വരുന്ന ഒരു സദസ്സാണെങ്കിൽ 15 പീപ്പിൾ ഉണ്ടെങ്കിൽ ഇത് ധാരാളം മതിയാകും. അപ്പോൾ ഈ ക്വാണ്ടിറ്റി ഫുള്ള് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടില്ല, ഒരു പകുതിയേ വെച്ചിട്ടുള്ളൂ. ബാക്കി ഞാൻ ആ പാത്രത്തിൽ തന്നെ ഇരിക്കട്ടെ. ഇത് ജസ്റ്റ് ഒരു സെർവിങ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം.
അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്ചറൊക്കെ മനസ്സിലാവുമല്ലോ, എങ്ങനെയാണ് ചോറ് വെന്തിരിക്കുന്നത്, റൈസ് കുഴഞ്ഞു മറിഞ്ഞു പോയോ, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലായല്ലോ. ഇതിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും അങ്ങനത്തെ അലങ്കാരങ്ങളൊന്നുമില്ല. 2 മുട്ട വയ്ക്കാൻ പോകുന്നു. യെസ്, വിത്ത് എഗ്ഗാണ് സെർവ് ചെയ്തത്. ഇതിന് ഒരു തൈരും ഉള്ളി, ടൊമാറ്റോ, പച്ചമുളകെല്ലാം അരിഞ്ഞിട്ടൊരു റൈത്ത അതിൻ്റെ സൈഡായിട്ട് വയ്ക്കാം. ഒരു നാരങ്ങ അച്ചാർ വയ്ക്കാം, പപ്പടം കൊടുക്കാം, മുട്ട പുഴുങ്ങിയത് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് സെർവ് ചെയ്യാം. അവർ സാധാരണ ഒരു കട്ടോരിക്കകത്ത് വെച്ചിട്ട് ഒരു ബൗളിൽ വെച്ചിട്ട് അത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കമിഴ്ത്തി പ്ലേറ്റിൽ വയ്ക്കുക. അപ്പോൾ ശരിക്കും ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും, ആ ബൗളിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും. അത് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് മുട്ട ഉണ്ടാകും, ചിക്കൻ ഉണ്ടാകും, എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ അമ്പൂർ ചിക്കൻ ബിരിയാണി റെഡി. അങ്ങനെ സ്വാദിഷ്ടമായ അമ്പൂർ ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് സ്പൈസ് കുറഞ്ഞ വേർഷനാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ 1 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റേ ചേർത്തിട്ടുള്ളൂ, റെഡ് ചില്ലി പേസ്റ്റ്. നിങ്ങൾക്കിത് 2 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ് വരെ ആകാം, എന്നാലും ഒരു കുഴപ്പമില്ല, കുറച്ചുകൂടെ സ്പൈസിനെസ് വരും, അത്രേ ഉള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കില്ല. ഇതൊക്കെയാണ് രീതി. ഇതേപോലെ തന്നെ ചെയ്ത് നോക്കൂ. നല്ല ക്വാളിറ്റി ജീരക സാമ്പാർ റൈസ് വാങ്ങുക. പിന്നെ ചിക്കൻ ഒരു 1.5 കിലോയുടെ ഫ്ലഷ്, ഹോൾ ചിക്കനല്ല, നമ്മൾ ഡ്രസ്സ് ചെയ്ത ചിക്കൻ ആണെങ്കിൽ 1.5 കിലോ വരണം, ആ ഒരു അളവ്. അതാണ് 16 പീസാണ് ഞാൻ മുറിച്ചത്. നിങ്ങൾക്ക് 18 to 20 പീസസ്. നമ്മളൊരു 10 പേർക്കാണെങ്കിൽ 20 കഷ്ണമായിട്ട് മുറിക്കാം. അപ്പോൾ ഈ അമ്പൂർ ചിക്കൻ ബിരിയാണിയുടെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇത് സ്റ്റാർ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട് കേട്ടോ, ഒരു ചെയിൻ ഓഫ് റെസ്റ്റോറൻ്റാണ്. അവരുടെ ഒരു പാറ്റേണാണ് ഈ ഒരു അമ്പൂർ. അവർ വളരെ ഫേമസ് ആണ് അമ്പൂർ ചിക്കൻ ബിരിയാണിയുടെ കാര്യത്തിൽ. അവിടെയാണ് നമ്മൾ അന്ന് ഷൂട്ട് ചെയ്യാൻ പോയത്. അവിടുത്തെ ഷെഫ് ബർക്കത്തുള്ള എന്ന് പറയുന്ന ആളായിരുന്നു. ഇച്ചിരി നല്ലൊരു എന്താ പറയുക, വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉള്ളൊരു ആളായിരുന്നു ആ ഷെഫ്. അപ്പം ഞാൻ അവരെയൊക്കെ ഓർമ്മിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. എന്തായാലും ഇത് നമുക്കും വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു ബിരിയാണിയായിട്ട് മാറട്ടെ. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച് അമ്പൂർ ചിക്കൻ ബിരിയാണി എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കമന്റിലൂടെ കാണാം.